Hi friends, Assalamu alaikum. BISMI KITCHEN എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു നേന്ത്രപ്പഴവും കോഴിമുട്ടയൊക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ രണ്ട് നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. രണ്ട് ചെറിയ നേന്ത്രപ്പഴം ചെറുതായിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 4 കോഴിമുട്ടയും എടുത്തിട്ടുണ്ട്. ഞാൻ ഇതേപോലെ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്കൊരു 3/4 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യൊക്കെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് കാഷ്നട്ടും കിസ്മിസും എടുത്തിട്ടുണ്ട്. ഒരു 10 കാഷ്നട്ടും അതുപോലെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ കിസ്മിസുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച് എടുക്കാം കേട്ടോ. കുറച്ച് കൂടുതൽ ചേർത്താൽ കൂടുതൽ ടേസ്റ്റിയാണ്. ഇത് നമുക്ക് ഈ നെയ്യിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള കിസ്മിസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതുകൂടെ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഇത് രണ്ടും കൂടെ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ 2 നേന്ത്രപ്പഴം അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുകൂടെ നമുക്കതൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് കറുത്ത് പോകരുത്, നല്ലൊരു ചുവപ്പ് കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നോക്കാം, നേന്ത്രപ്പഴമൊക്കെ ഞാനിവിടെ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയേക്കാം. ഇതിനി ചൂടാകാൻ വേണ്ടിയിട്ട് നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇവിടെ നല്ലൊരു സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടാവും കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല മഴ പെയ്യാണ്, ഇടിയും പൊട്ടുന്നുണ്ട്, നല്ല മഴയുണ്ട്. അതുകൊണ്ടാണൊരു സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ മഴയുടെ സൗണ്ടാണ് കേട്ടോ കേൾക്കുന്നത്. അപ്പോൾ ഞാൻ മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാൻ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മധുരം നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഫ്ലേവറിനായിട്ട് ഞാനൊരു 4 ഏലക്കായ ചേർക്കുന്നുണ്ട്. ഏലക്കയുടെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതിയാകും. ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നോക്കാം, പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 4 കോഴിമുട്ട അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നോക്കാം, നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളിവിടെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ കിസ്മിസും അണ്ടിപ്പരിപ്പും നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൽ കുറച്ച് ഭാഗം ചേർത്ത് കൊടുക്കാം, കുറച്ച് നമുക്ക് മുകളിലൊന്ന് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയും മതി. അപ്പോൾ ഞാൻ ഇതേപോലൊരു സോസ് പാൻ ഒരു പാത്രം ഇതേപോലെ ഞാനെടുത്ത് അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഞാനൊരു ദോശക്കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് ഈ പാത്രം വെച്ചിരിക്കുന്നത്. പാത്രം ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് എല്ലാ അടുത്തേക്കും നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം.
ഇത് നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയും നേന്ത്രപ്പഴവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഈ നേന്ത്രപ്പഴമൊക്കെ നടുക്ക് മാത്രം കൂടി കിടക്കുകയാണെങ്കിൽ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക. ഇനി അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ നമുക്കിത് കുക്ക് ചെയ്യേണ്ട സമയം വരും കേട്ടോ. അപ്പോൾ നമ്മളെടുക്കുന്ന പാത്രത്തിനും നമ്മളെടുക്കുന്ന ഇൻഗ്രീഡിയൻസിനും അനുസരിച്ചാണ് കുക്കിംഗ് ടൈം വരിക കേട്ടോ, ഫ്ലെയിമിനും അനുസരിച്ച്. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ ഇടണം. അതേപോലെ തന്നെ ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് കേട്ടോ. ഇപ്പോൾ ഒരു 20 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാനൊന്ന് തുറന്നിട്ട് ഈ കാഷ്നട്ട് കിസ്മിസൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് സ്കിപ്പായി പോയതാണ്. അപ്പോൾ അതാ ഇത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അതിൻ്റെ ഈ ഒരു ഭാഗം കൂടി എല്ലാവരുടെയും വെന്തിട്ടുണ്ട്, പക്ഷേ ഈ ഒരു ഭാഗം കൂടി നമുക്കൊന്ന് മൊരിഞ്ഞ് കിട്ടണം. അതിനായിട്ട് നമുക്കൊന്ന് വേറൊരു പാനിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതെ, ഞാൻ ഇതേപോലെ ഒരു പാനിലേക്ക് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ ആ പഴയൊരു തവ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്, അതെടുത്ത് മാറ്റിയിട്ടില്ല കേട്ടോ. ആ ഒരു ഭാഗം കൂടി ഒരു ഒറ്റ മിനിറ്റ് കൊണ്ട് ലോ ഫ്ലെയിമിൽ റെഡി ആക്കി കിട്ടും. അപ്പോൾ അത് ആ ഒരു ഭാഗം കൂടി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മറിച്ചെടുക്കാം. അങ്ങനെ ഇതാ പ്ലേറ്റിലേക്ക് ഞാനൊന്ന് കൗത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ കായ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പഴുത്ത നേന്ത്രപ്പഴവും അതുപോലെ തന്നെ മുട്ടയൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ 4 മണി ചായക്കും അല്ലാതെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ. എന്നെങ്കിൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.